ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓണം വരായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓണം വ്ളോഗ് എടുത്ത് വെക്കാം. ഇപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഓടി വന്നൊരു ഇൻട്രോ പറയുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഡീറ്റെയിലായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വ്ളോഗ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആ ഒരു ഓണം ഡേ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് മുമ്പ് കുറേ പ്രിപ്പറേഷൻസ്, പർച്ചേസിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം അവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു വ്ളോഗായിട്ട് കാണിക്കാം. അപ്പം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം 2 ദിവസമേ ഉള്ള ഓണത്തിന്, ഇന്ന് പൂരാടായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് കുറേ ഓട്ടങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നിന് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയില്ല. അതിൻ്റെ ട്രയൽ പോയി നോക്കണം, അത് സ്റ്റിച്ച് ചെയ്ത് വാങ്ങണം. പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസിൻ്റെ ഷോപ്പിങ്, വീട്ടിൽ പോകണം. വീട്ടിലാണെങ്കിൽ ഉപ്പേരിയൊക്കെ വറുത്തിട്ട് ഫുൾ ആ ഒരു ബഹളത്തിലാണ്. അവിടെ എല്ലാം പോയി അതൊക്കെ കാണാം. പിന്നെ നെക്സ്റ്റ് ഡേ ഉത്രാടം പിന്നെ ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെയും വീട്ടിലും തിരക്കായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഫുൾ തിരക്ക് പിടിച്ച ഒരു ഡേയ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന 2 ദിവസം. ലാസ്റ്റ് ഫൈനലി നമ്മുടെ സ്വന്തം തിരുവോണം ഇസ് കമ്മിങ്. ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണം വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ഈ വർഷത്തെ ഓണം വ്ളോഗ്. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ആദ്യം വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് ഭരണിക്കാവിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നല്ല കിട്ടിലും വെയിൽ, കറക്റ്റ് ആ ഓണം അതിൻ്റെ ഫീല് വെയിൽ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഒരു വെക്കേഷൻ സമയത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഒരു വെയിലുണ്ടല്ലോ, നല്ലൊരു വെയിൽ. കുറേ നാളായിട്ട് ഇങ്ങനെ ഈ മഴ മാറിയും വന്ന് നിൽക്കുമ്പം ഒരു പ്രോപ്പർ വെയിലൊന്നും കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഓണത്തിൻ്റെ ഫീലൊക്കെ വരുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാണ്ട്, വെയിലടിക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് കാണിക്കാം. നല്ല കിടിലം വെയിൽ. ഞാൻ പറഞ്ഞില്ലേ രസമുണ്ടെന്ന്. നല്ല പ്ലസന്റ് വെട്ടത്തിൽ ഇങ്ങനെ റോഡൊക്കെ കിടക്കുന്നത്. ഓണത്തിൻ്റെ ഫീല് വന്നു. ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ഛൻ തണ്ട് വെളിയിൽ നിന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യും. വീടല്ല, മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്നു. അച്ഛൻ ആകെ തിരക്കില്ല. അച്ഛൻ ഓണം വന്നു. അമ്മ കിച്ചണിലാണ്. നമുക്ക് ഉള്ളോട്ട് പോവാം. അമ്മ എന്താ അച്ഛാ? ഇന്നത്തെ വീട്ടിലെ പൂക്കളം ഇങ്ങനെയുണ്ട്. എല്ലാ ദിവസവും ഒരു കുഞ്ഞു പൂക്കളം അച്ഛനും അമ്മയും സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ അച്ഛനായിട്ടോണ്ടിരുന്നത്. നല്ല ഭംഗിയുണ്ട്. ആ യെല്ലോ ഫ്ലവർ വന്നപ്പോൾ നല്ല രസമുണ്ട്. അമ്മയെ നോക്കാം. അകത്ത് കയറിയപ്പോ തന്നെ നല്ല മണം വരുന്നല്ലോ. നല്ല മണം വരുന്നല്ലോ. നിറം മാറിയോ? ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? പഴുത്ത മീൻസ് ഒരുപാട് വിളഞ്ഞു പോയി നന്നായിട്ട്. ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചു നോക്കട്ടെ. അമ്മ ടേസ്റ്റ് ഉണ്ട്. മധുരം ഉണ്ട്. എനിക്കിഷ്ടമുള്ള തരം ചിപ്സാ. എനിക്ക് വരെ പഴുത്ത ചിപ്സ് ഇഷ്ടമില്ലയോ? ഭംഗിക്കുള്ള ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ മധുരമുള്ള ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. എൻ്റെ ഇഷ്ടം കണ്ടിട്ടായിരിക്കും അമ്മയുടെ പഴം പഴുത്തു പോയത്. ഇങ്ങോട്ട് നോക്കിയേ. ഹലോ, കുഴഞ്ഞു പോയോ? അച്ഛൻ വന്നില്ലേ ഹെൽപ്പ് ചെയ്യാൻ? നല്ല വെട്ടം ഇല്ലേ അമ്മ ഇന്ന്? കറക്റ്റ് ആ ഒരു ഓണത്തിന്റെ ഫീലൊക്കെ വന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മധുരമുള്ള കിടിലൻ ചിപ്സ്. എനിക്ക് മറ്റേ നോർമൽ മഞ്ഞ ചിപ്സിനേക്കാളും ഇഷ്ടം ഇതാ. നമുക്ക് കറക്കാൻ തുടങ്ങി. അത് സാരമില്ല, ഇത് പെട്ടെന്ന് തീരും. ഇപ്പൊ 6 മണിയോളം ആയി. 6 മണിയായിട്ട് നല്ല 5 സംതിങ് കഴിഞ്ഞു. 5:40 ഒക്കെ ആയി. അങ്ങനെ അമ്മ ചിപ്സ് കോരി ഇടുന്നു ഗൈസ്. നല്ലൊരു സാറ്റിസ്ഫൈങ് കാഴ്ചയാണ്. ആ വെള്ളം കുടിച്ചായിരുന്നോ? പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോ എന്തൊരു ബഹളമായിരുന്നു ഇല്ലേ അമ്മേ? ഇപ്പം ഫുൾ മാറിപ്പോയി. അതുമല്ല, ഓണപരിപാടി എന്ന് പറയുമ്പോൾ മറ്റേ ക്ലബിലെ ശബ്ദം, ഭയങ്കര സെലിബ്രേഷൻ. ഇപ്പം പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ഫീലൊന്നുമില്ല. എന്നാൽ ഓണം അങ്ങനെ തോട്ടുണ്ടെന്നേ ഉള്ളൂ. ക്ലാസ്സിക്ക് അന്നേരം പണ്ടിങ്ങനെ നമ്മൾ വറുത്തിട്ടേ വലിയ ഡപ്പിലിട്ട് വെക്കത്തില്ലയോ? ഞാനൊരാഴ്ചയുടെ മത്സരമായിരുന്നു വേഗം തീർക്കാന്. ഇപ്പൊ ഇങ്ങനെ ചിപ്സ് ഇരുന്നാൽ എത്ര ദിവസം ഇവിടെ ഇരിക്കും? പെട്ടെന്നൊന്നും കഴിച്ചു കഴിയത്തില്ല. ജോലി കഴിഞ്ഞ് വരുമ്പോ. പക്ഷെ അങ്ങനല്ല, നോർമലി ഇത് ഇത്ര ഇങ്ങനെ കഴിച്ചു തീർക്കാൻ തോന്നത്തില്ല. പക്ഷെ വെക്കേഷൻ സമയത്ത് ആ 10 ദിവസം നമ്മുടെ മെയിൻ പരിപാടി കളിക്കാൻ പോകുന്നു ഉപ്പേരി കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആയാലും പിള്ളേരെല്ലാവരും വരത്തില്ലയോ? അപ്പൊ അതൊക്കെ തീരും. അമ്മ സത്യം പറഞ്ഞാൽ തിരുവോണാക്കി ആകുമ്പോഴത്തേക്ക് ഡപ്പിയിൽ കാണത്തില്ല. പിന്നെ
കറക്റ്റ് സൺസെറ്റ് ടൈമാണ്. സണ്ണൊക്കെ സെറ്റ് ചെയ്ത ആ ഒരു ഗോൾഡൻ ലൈറ്റ് കണ്ടോ. ലുക്ക് ഹു ഈസ് ഹിയർ. ബില്ലി, ബില്ലി. ഇതാണ് അമ്മയുടെ ബില്ലി പൂച്ച. ബില്ലിതോ ചിപ്സ് വറക്കുന്നത്. വേണ്ടായോ? വേണ്ട വേണ്ട. ചിപ്സ് വറക്കുന്ന കണ്ടില്ല? ഇതാണ് ചിപ്സ് വറക്കുന്നത്. ബാ ബാ, ചിപ്സ് വറക്കുന്നത് തരാം. കഴിക്കും. ചിപ്സ് കഴിക്കും. നീ കഴിക്കത്തില്ലേ ചിപ്സ്? ഇന്നാള് കഴിച്ചാന്നല്ലോ. ഇനി അമ്മ കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അവൾക്ക് വേണ്ടായിരിക്കും. 2 ചിപ്സ് നീ വേസ്റ്റ് ചെയ്ത്. യു ഗോ ഗോ ഗോ. കഴിക്കതാ കിടക്കുന്നത്. കഴിക്ക്. മിസ്റ്റർ രാജേഷ് ഈസ് കമ്മിങ് ആഫ്റ്റർ ഓണം സെലിബ്രേഷൻ. അത് ചീന വറുത്തത്. ഇതാണ് ചിപ്സ്. ടേസ്റ്റ് ചെയ്ത് നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്ക്. കൊള്ളോ? എല്ലാം എടുത്ത് ഇവിടെ അടച്ച് വെച്ച് ഇനി ഇത് ഡപ്പിയിലാക്കണം. ദാറ്റ്സ് ഓൾ. എന്തായിരുന്നു ഓണം സെലിബ്രേഷൻ? കൊള്ളായിരുന്നോ? വെട്ടം കിട്ടുന്നില്ല ഫേസിൽ. ഇപ്പൊ കാണാം. ഇതായിരുന്നു രാജേഷിന്റെ ഓണം സെലിബ്രേഷൻ കോസ്റ്റ്യൂം. ശബ്ദം, ചവയ്ക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഡ്രസ്സ് കുഴപ്പമില്ല. ബൈ, ഞാൻ പോവാ. നിന്നെ വെയിറ്റ് ചെയ്തിരുന്നു എത്ര നേരം ഞാൻ. നിന്നെ കാണാൻ, നിന്നെ കണ്ടിട്ട് പോവാൻ. വെട്ടം കുറച്ച് ശോകമാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള ഷോപ്പിങ്ങിന് പോവാം. വീട്ടിൽ നിന്ന് നേരെ പോയത് ഭരണിക്കാലുള്ള സ്മാർട്ട് പോയിന്റിലോട്ട്. നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ്, പച്ചക്കറി, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിസ്റ്റൊക്കെ ആക്കിയിട്ടാണ് വന്നത്. കഴിഞ്ഞ വട്ടമാണെങ്കിൽ ഒരു വലിയ വ്ളോഗ് തന്നെ ഞാൻ ചെയ്തായിരുന്നു. ഈ വട്ടം ഒന്നിനും സമയം കിട്ടില്ല. വേഗം പോയിട്ട് ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളെല്ലാം എടുക്കട്ടെ. നമ്മളങ്ങനെ സ്മാർട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം തിരക്ക് ഇപ്പോൾ കുറവുണ്ട്. ഞാനൊക്കെ നല്ല തിരക്കായിരിക്കുന്നു. നാളെ ആയിരിക്കും ആക്ച്വലി നല്ല തിരക്ക് വരുന്നത്. അപ്പോൾ നമ്മളോരോ ഐറ്റംസായിട്ട് എടുക്കുന്നു. അതിൽ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാനൊരു സാധനം നോക്കി വന്നേ, പക്ഷെ അത് മാത്രം ഞാൻ കണ്ടില്ല. ശർക്കര കിട്ടി. അപ്പോൾ ശർക്കര ഇങ്ങനെ ക്യൂബ്സായിട്ടാണ് വരുന്നത്. മറ്റേ റൗണ്ട് ശർക്കര കാണുന്നില്ല. പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇങ്ങനെ പൗഡറായിട്ടുള്ളതും ഉണ്ട്. ഇത് കൊണ്ടുപോകാം. ഇതൊക്കെ വെറൈറ്റി ആയിട്ട് പൂവൊക്കെ ഉണ്ട് ഇവിടെ. ഈ പൂവുണ്ട്, ലങ്കിയുണ്ട്, തീർന്നുണ്ട്. നാളെ പൂജ. ഞാൻ ഇങ്ങനെ കുറച്ച് ഡള്ളായിട്ടാണ് ഷോപ്പിങ്ങിന് കയറിയത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഈ കാണുന്ന ബ്രോ, പേര് വയ്ക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ആ ഒരു എനർജി വന്നത്. ഞങ്ങളങ്ങനെ സാധനം എല്ലാം എടുത്തു കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വന്നു. ഇവിടെ ഇരിക്കുന്ന മറ്റേ പൂ, ഈ വർഷമാണ് പൂ കാണാൻ തുടങ്ങിയത്. രസമുണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി രാജേഷ് വന്ന് രാജേഷിൻ്റെ അടുത്ത് പപ്പയും മമ്മിയും കുശലങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മമ്മി എടുത്ത് ബായും പറഞ്ഞിട്ട് നമ്മൾ നേരെ ഭരണിക്കാവിലോട്ടാണ് പോകുന്നത്. എനിക്ക് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് വാങ്ങിക്കണം. ഇന്നലെ വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ബ്ലൗസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമുണ്ട്. ഞാൻ വിചാരിച്ചു തിരുവോണം, ഉത്രാടം ആ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാം എന്നൊക്കെ, പക്ഷേ സാധിച്ചില്ല. ബൈ ദ വേ ആ പോയത് പപ്പ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും സമയത്തിന് പോയി ബ്ലൗസ് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് സന്തോഷത്തിലൊക്കെ പോകുന്നത്. കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ, അതാണല്ലോ ഒരു പ്രതീക്ഷ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. മൈ ബ്ലൗസ് ഈസ് റെഡി. ഇതല്ലേ കൊള്ളാം, രസമുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. എൻ്റെ മിക്കവാറും ബ്ലൗസും കാര്യങ്ങളും ഡിസൈനർ ഡ്രസ്സും എല്ലാം അവൾ തന്നെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അത് അവളുടെ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ട്രയൽ ചെയ്യാം. എൻ്റെ ബ്ലൗസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ട്രയൽ ചെയ്ത് നോക്കാം. ട്രയൽ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഈ ഫോട്ടോ എപ്പോഴും ഇടാൻ പോകുന്നത് എനിക്കറിയില്ല. സോ ട്രയൽ ചെയ്ത് നോക്കട്ടെ. ഫിറ്റ്നസ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് വാങ്ങിയിട്ട് ഇറങ്ങാം. സോ നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉത്രാട ദിനം പൂക്കളമാണിത്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തു. ഡാഡിയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഈ കാണുന്നത്. സോ നമുക്കിനി ഉള്ളോട്ട് പോവാം. അമ്മ
കാര്യമായിട്ട് അമ്മ എന്നൊക്കെ വിളിച്ചെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ല. കാരണം അച്ഛൻ വീട്ടിലായിരുന്നു, അമ്മ കിച്ചണിലായിരുന്നു. അമ്മ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെൻ്റെ കസിൻ ചേട്ടനാട്ടോ. അപ്പം ചേട്ടൻ നാട്ടിലെ പോളണ്ടിലാണ്. അപ്പം ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വിളിച്ചൊന്ന് വിഷ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വിളിച്ചാണ്. അപ്പോൾ ചേട്ടനൊരു ഹായ് പറഞ്ഞു, ഞാനും പറഞ്ഞ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന്. അച്ഛൻ കുറച്ച് സ്നാക്സൊക്കെ വീട്ടിലുണ്ടാക്കാത്തത് പുറത്തുനിന്ന് വാങ്ങിക്കണ്ടായിരുന്നു. അങ്ങനെ ഭരണിക്കായി പോയേക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഫോൺ കൈമാറി. എന്നെ അച്ഛൻ്റെ വക വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ബില്ലി പൂക്കളം കാണാൻ വന്നെയാണോ ബില്ലി? പൂക്കളം കാണുവാണോ? ബാക്ക് ടു മൈ ഓണം വ്ളോഗ്. അപ്പം ഇന്നലത്തെ എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ അജും വർക്കിന് പോയി. രാജേഷാണ് എന്നെ പിക്ക് ചെയ്യാൻ വീട്ടിൽ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് കിട്ടിയില്ല, അപ്പം ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. ഇനിയിപ്പം ഇവിടെ ചെറിയൊരു സദ്യയൊക്കെ അമ്മ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം, കഴിക്കാം. ശേഷം ഞാൻ വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. പിന്നെ വൈകിട്ട് നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ അമ്മ ഇപ്പോൾ കിച്ചണിൽ കുക്കിംഗ് കലാപരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് അച്ഛൻ പറഞ്ഞൊരു പച്ചടി ഉണ്ടാക്കാവുന്നത്. എൻ്റെ ആ ഒരു പിങ്ക് അല്ലല്ലോ, ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടല്ലോ, അതിവിടെ കുറച്ച് ഫേമസ് ആണ്. അവിയലും പച്ചടിയൊക്കെ ഞാൻ കുറച്ച് നന്നായിട്ടാക്കുന്നതാണ് പ്രേക്ഷകർ പറയാറ്. അച്ഛൻ എന്തെങ്കിലും ഞാനിങ്ങനെ വരുമ്പം ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ വീട്ടിൽ. അപ്പോൾ അത് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അതിനോടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് പച്ചടി കുക്ക് ചെയ്യാം. പിന്നെ ഞാനൊരു സിനിമ കാണാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നിങ്ങനെ പറഞ്ഞത്. കാതൽ മൂവി അതുവരെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പ്രൈമിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിപ്പോയി കറി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പടം കാണണം. ശേഷം നമ്മളുടെ ഈ വർഷത്തെ ഉത്രാടം സദ്യ, ഓണത്തിൻ്റെ ഫസ്റ്റ് സദ്യ കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം, ഉണ്ടാക്കാം. നല്ല വെട്ടമല്ലേ ഇന്ന്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെട്ടമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഭരണിക്കാവിന് പോകുന്ന വഴിക്ക് കുറച്ച് മഴയുടെ കോളുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെട്ടമാണ്. അപ്പോൾ കിച്ചണിലോട്ട് പോകാം. ഹലോ, ഹായ്. ചിരിയുണ്ട്. അമ്മ തന്നെ ചിരിച്ചു നോക്കിയ ചിരി. അമ്മയ്ക്കാണെങ്കിൽ പല്ല് കാണിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ യു ലുക്ക് പ്രെറ്റിയർ പല്ല് കാണിക്കുമ്പോൾ. നല്ല വെട്ടമുണ്ട് ഇവിടെ, അതാണ് ഞാൻ അമ്മയെ വിളിച്ചത്. എന്തൊക്കെയായി ഓണത്തിന്റെ പരിപാടി? ഓണം ഇങ്ങനെ നടന്നുകൊണ്ട് സ്വന്തമായിട്ട് ക്യാമറയിൽ ചിരി നോക്കിക്കൊണ്ടിരിക്കണം. അമ്മ ക്യാമറ ഇവിടാണ്, ഇങ്ങനെ ആ ഒരു ഗ്രീൻ ഡോട്ട് ഉണ്ടോ, അതാണ്. അപ്പൊ ഇന്നലെ ചിപ്സ് എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ബാക്കി സാധനമൊക്കെ അച്ഛൻ വാങ്ങിച്ചോണ്ട് തൂത്ത് വരണം. ഇവിടെ ക്ലീൻ ചെയ്യണം. പിന്നെ അച്ഛൻ ഓൾറെഡി മറ്റേ അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നില്ലയോ, ശർക്കര വരട്ടി കളിയോടൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്. ഇന്നിപ്പോ അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ? അവിയല്, തോരന്, പച്ചടി ഞാനാ അവിയല്, തോരന്, എണ്ണിക്കൊണ്ടിരിക്കുക. പിന്നെ അത് തന്നെ, പിന്നെന്തുവാ, പരിപ്പ്, പപ്പടം, അങ്ങനെ എല്ലാം ഉണ്ട്. അവിയല്. അപ്പൊ നമുക്ക് സദ്യ. അപ്പൊ നമുക്ക് ചെറിയൊരു മിനി സദ്യ ഉണ്ടല്ലേ. അപ്പൊ അതാണ് അച്ഛൻ. പിന്നെ ഒക്കുവാണെങ്കിൽ മറ്റേ റെഡി ടു ഈറ്റ് പായസം മിക്സ് വാങ്ങിക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാം. അപ്പൊ ഞാൻ പോയി പച്ചടി വെക്കട്ടെ. അപ്പൊ അങ്ങനെയല്ലേ, എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണാശംസ പറഞ്ഞു. ഓണാശംസകൾ എല്ലാവർക്കും. ബൈ പറയണ്ട. ഇത്രയൊക്കെ പറയിപ്പിക്കുന്നത് വലിയ പാടാണ്. പക്ഷെ അമ്മ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ജോലിയുടെ ധൃതി ആയതുകൊണ്ട് അമ്മയ്ക്ക് ചിരിക്കാൻ മാത്രം പറയില്ല. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ പല്ല് കാണിച്ച അമ്മയെ കൊള്ളില്ലെന്നൊരു കൺസെപ്റ്റ് അമ്മയ്ക്കുണ്ട്. അപ്പം എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞു. ഞാൻ ഇതിനെ ഫുൾ ടൈം നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചിരിക്കാനൊക്കെ പറയും. അപ്പോൾ അതാണ്. ഞാൻ പോയിട്ട് എൻ്റെ പച്ചടി ആക്കട്ടെ. ഉപ്പേരികളെല്ലാം ഡപ്പിയിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ കളിയോടയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? ഈ ബോൾസ് സാധനം അരിയാട്ടോ ഇത്. ശർക്കര വരട്ടി ബൂമറിൻ്റെ ഡപ്പിയിലാണ്. പിന്നെ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ നമ്മളുടെ വറ്റലുകൾ, ചീനി ആൻഡ് ചിപ്സ്. തുറന്നു വെച്ചാൽ വടക്കുവരെ തണുത്തു പോകും. പണ്ടിങ്ങനെ ഒരു ഡപ്പിയിൽ ഫില്ല് ചെയ്യും. ഞാനും രാജേഷും കൂടെ ഫുൾ അത് തീർക്കാൻ വേണ്ടി മത്സരമായിരുന്നു. അതൊക്കെ ഒരു കാലം. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഈ വട്ടം അമ്മ ഇത് ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മളിതൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓണത്തിന്റെ ഉപ്പേരി ഈസ് റെഡി. ഡാഡി വന്നു. പായസം കിറ്റുമായിട്ട് ഡാഡി വന്നു. അപ്പം നമുക്കിന്ന് കിട്ടിയേക്കുന്നത് 30 മിനിറ്റ് ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ്. ഞാൻ റെഡി ടു ഇറ്റ് എന്ന് എപ്പോഴും പറയുന്നത്. സോ അങ്ങനെയല്ല, ഇൻസ്റ്റന്റ് പാലട മിക്സ്. അനൂസ് ഉണ്ടാക്കി നോക്കാം. പാല് ഫ്രിഡ്ജ് വെക്കണോ അമ്മ? അപ്പം നമ്മുടെ പാലുകൊണ്ട് ഫ്രിഡ്ജ് വെക്കട്ടെ. ഞാൻ ഓൾറെഡി എൻ്റെ പച്ചടിക്കുള്ളത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പച്ചടിക്കുള്ള ബീറ്റ്റൂട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം 3 ഐറ്റംസ് ഒരുമിച്ചായിക്കൊണ്ടിരിക്കുക. അമ്മയുടെ തീയലിനുള്ള തേങ്ങ, മറ്റമ്മ പായസത്തിനുള്ള പാല് വെച്ചിട്ടുണ്ട് അടയായിട്ട്. പിന്നെ നമ്മുടെ പച്ചടി അതിങ്ങനെ ആയി വെന്തു. ഇനി തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കുക്കിംഗ് ആണ്. ക്ഷീണിച്ചോ? അമ്മ ക്ഷീണിച്ചില്ല, പക്ഷെ ഞാൻ ക്ഷീണിച്ച് ചൂടടിച്ചിട്ട്
അമ്മ പറയുന്ന എന്നും ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എന്തുവാ ക്ഷീണമെന്ന്. ഇതൊക്കെ അമ്മ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെയാവട്ടെ. അപ്പം എൻ്റെ പായസം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പാലട കേട്ടോ. അമ്മയുടെ അത് തേങ്ങ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പച്ചടി ആക്കിയിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ പച്ചടിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പായസമായി. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ റെസിപ്പി ഓഫ് ദി ഡേ. എങ്ങനെയുണ്ട് കാണാൻ? കളറുണ്ടോ? വെട്ടത്ത് കൊണ്ട് കാണിച്ചു തരാം. നല്ല രസമില്ലേ കാണാൻ? കുറച്ചുകൂടെ പിങ്ക് ആവും, പക്ഷേ ഇത് അധികം പിങ്ക് ആയിട്ടില്ല. ബീട്രൂട്ടിൻ്റെ ആയിരിക്കും. അപ്പം റെഡിയാണ്, നമുക്കിനി കഴിക്കാം. കമോൺ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാടം സ്പെഷ്യൽ സദ്യ. കൊഞ്ചുതീയലുണ്ട് എക്സ്ട്രാ ആയിട്ട്, നോൺ വെജ് വിഭവമായിട്ടോ. പിന്നെ എൻ്റെ പച്ചടി, അവിയൽ, അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമായിരുന്നു. ഉറക്കമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അച്ഛൻ ബൂസ്റ്റിൻ്റെ സ്ട്രിപ്സൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നു. പാലൊക്കെ കാച്ചി നമുക്കത് കുടിക്കാം. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് സിറ്റൗട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഇങ്ങനെ ചായ കുടിച്ച് ഉപ്പേരി വറുത്തതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവരുടെ കൂടെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ രണ്ടുപേരെടുത്ത് വീഡിയോയിൽ ഒരു ഇൻട്രാക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ എന്നെ കളിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അവർ രണ്ടുപേരും സെൽഫി എടുക്കുക എന്നുള്ള വ്യാജേനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇനി പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭരണിക്കാവിൽ പോകേണ്ട രാജേഷ് റെഡി ആയിട്ടുണ്ട്. ഞാനും പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമുക്കിനി പോയി പൂ വാങ്ങിക്കാം. അവിടെ ഇപ്പോൾ ഓൾറെഡി തിരക്കായി കാണും. ഇപ്പോൾ അറൗണ്ട് 5:30 ഒക്കെ ആയി. ഞാൻ സിനിമയും കണ്ടുകൊണ്ട് ഇത് ലാഗായിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ആ പൂ വാങ്ങിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ചെറിയ രീതിയിൽ തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 രൂപ വീട്ടിൽ കൊണ്ട് അത്തപ്പൂടാൻ വന്നു. ഞങ്ങളങ്ങനെ പൂവെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങുവാണ്. രാജേഷിൻ്റെ കയ്യിലും എൻ്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് പിടിച്ച്. ബൈക്കിലായതുകൊണ്ട് കൊണ്ടുപോകാൻ കുറച്ച് പാടല്ലേ. അപ്പം നമുക്ക് പോവാം. അങ്ങനെ പൂവെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. ഷടപടയെന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു. കാരണം അവിടെ വലിയ തിരക്കില്ലായിരുന്നു. സാധാരണഗതി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാം കവറിലാക്കിയിട്ടുണ്ട്. എനിക്കിതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അത് കുറച്ച് അമ്മയ്ക്കുള്ളതുണ്ട്. അങ്ങനെ പൂവെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈവനിങ് ആയിട്ട് ഇനി വീട്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പം ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ ഇപ്പം. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും കൂടെ ജോയിൻ ചെയ്തു. ഞാൻ തന്നെ ഇരുന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ പിന്നെ പൂവെല്ലാം സെപ്പറേറ്റ് മഞ്ഞപ്പൂ വേറെ, നമ്മുടെ ഓറഞ്ച് പൂ വേറെ, അങ്ങനെ എല്ലാം വേറെ വേറെ കവറിലാക്കിയിട്ട് സെറ്റ് ചെയ്യണം. ആ കൂട്ടത്തിൽ ഞാൻ രാവിലെ ഒരു പടം കാണുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അന്നേരം ഞാൻ വേറെ സിനിമയാണ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അമ്മയും കൂടി ഇരുത്തിയിട്ട് കാതൽ എന്ന് പറഞ്ഞ മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ആ മൂവി വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മ കുറേ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വൈബിനിരുന്ന് കണ്ട്. അങ്ങനെ അത് കണ്ടുകൊണ്ടായിരുന്നു ഫുൾ നമ്മൾ ആ പൂവെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ പകുതി പരിപാടി കഴിയുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ സദ്യ പ്ലേറ്റിലൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കാതൽ മൂവി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജിനെത്തിയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി ഒരു ബോണസ് ഫുട്ടേജ് പോലെ കിട്ടി. അത് ഞാൻ കാണിക്കാം. വീണ്ടും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. രാവിലെ കുളിച്ച് എഴുന്നേറ്റ് ഓടി വന്നേക്കുവാണ്. കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി അത്തപ്പൂ, ഇന്നത്തെ തിരുവോണം സ്പെഷ്യൽ പൂക്കളൊക്കെ ഇടണം. പൂ ഇന്നലെ നൈറ്റ് എല്ലാം റെഡി ആക്കിക്കൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനില്ല. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പം ഞാൻ വേഗം പോയിട്ട് മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ മ്യൂസിക് കേൾക്കുന്നത്. ഇവിടെ അടുത്ത് ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ്. അതൊന്നും കോപ്പറേറ്റ് ആകത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേയ്സ് നമുക്ക് പോയി പൂക്കൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം.
പൂക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കുട പിടിച്ച് നിൽക്കുന്നു. ഇവിടെയാണ് പപ്പ അതിനോട് ടാർപ്പ മമ്മി നട കയറൊക്കെ ആയിട്ട് വന്നു. ഇങ്ങനൊരു ഓണം ആദ്യമായിരിക്കണം. ഓണപ്പൂ പോവാതിരിക്കാൻ വേണ്ടി കുടയും പിടിച്ച് നിൽക്കുന്നു. അയ്യോ, ഇതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഗൈസ്. നിങ്ങൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓണപ്പൂ പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുടയും പിടിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ടാർപ്പയെ കിട്ടിയാൽ ഞങ്ങൾ ഈ പൂക്കളം കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഞങ്ങളുടെ സ്പിരിറ്റ്. ഒരു വർഷം ഇല്ലാത്ത പോലെ ഒരു വൺ വെറൈറ്റി സംഭവിച്ചിരിക്കുകയാണ്. ടാർപ്പ് വരെ കെട്ടി പൂവിനെ സംരക്ഷിക്കാൻ. പക്ഷെ അവിടുന്ന് വെള്ളം വീഴുന്നു. ഇങ്ങനൊരു മഴ പെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. തിരുവോണമായിട്ട് എന്ത് മഴയാണ്, പ്രതീക്ഷിച്ചതേ ഇല്ല. ഹെവി റെയിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ശക്തിക്കാ പെയ്യണേ നോക്ക്, കട്ടിക്കുള്ള മഴ. ഇത് നനയുന്നില്ല, അവിടെ ഇവിടെ വെള്ളം വീഴുന്നുണ്ട്, അത് വേറെ ആയിരുന്നു. ഞങ്ങളങ്ങനെ ഒരു വിധത്തിൽ പൂവിട്ട് ഒന്ന് ഫിനിഷ് ആക്കാൻ പോകുന്നു. ഇവിടെ ഫുൾ മെസ്സായി മഴ പെയ്തിട്ട് വാട്ട് ടു ഡു. മഴയൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. സോ ഏകദേശം നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ആയിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഓട്ടത്തിൽ വീഡിയോ ഒന്നും ഞാൻ പിന്നെ കാര്യമായിട്ട് എടുത്തില്ല. സോ ഏകദേശം റെഡിയാണ്. പെർഫെക്ഷനൊക്കെ മഴ പെയ്ത് പോയതാണ്. ഈ സൈഡൊക്കെ കുറച്ച് മെസ്സായി, സാരമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പൂക്കളെ ഇട്ട് കഴിഞ്ഞ് മഴയൊക്കെ ആയിരുന്നു ഫുള്ളായിട്ട്. അപ്പം നമ്മൾ ടാർപ്പയുടെയും കുടയുടെയൊക്കെ സഹായത്തിലാണ് ഇവിടെ പൂക്കളെ ഇട്ടത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അലമ്പ് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും കുറേ ഇൻപെർഫെക്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇട്ട ഭാഗത്തൊക്കെ വെള്ളം വീണിട്ട് പൂ വലിച്ചു പോയി. കുഴപ്പമില്ല, ഒരു വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം നമുക്കിനി ഫൈനലായിട്ട് താമരപ്പൂ വെക്കാം. അപ്പോൾ അത് ഒടിച്ചിട്ട് വിരിയിച്ച് തടുക്ക് വെക്കാം. അതോടുകൂടി പൂക്കളം റെഡിയാണ്. പൂ ഇങ്ങനെ ഇളക്കി വേണം അടുക്ക് വെക്കാൻ. അതാണ് ഒരു ടാസ്ക്. ഇത് കുറച്ച് വാടിപ്പോയി, വാടി ഇരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ്. കുഴപ്പമില്ല, നമുക്കൊരു വിധത്തിൽ വെക്കാൻ നടക്ക്. അതോടുകൂടി ഈ വർഷത്തെ പൂക്കളം ശരിക്കും വിയർത്ത് കുഴഞ്ഞു പോയി. മഴയൊക്കെ പെയ്തായ കുളമായി. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയുണ്ട്? ഇതുപോലൊക്കെ തന്നെയാണോ? മഴയുണ്ടായിരുന്നോ? മഴ വന്നാൽ പിന്നെ ഫുൾ പോയി. ഞാനാണെങ്കിൽ അബദ്ധത്തിന് കാർപോർച്ച് ഇടാതെ ഈ വട്ടം ഫ്രണ്ടിൽ ഇടാകുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വൻ പ്ലാനിങ് ആയിരുന്നു. എല്ലാം എടുത്തു. കിച്ചണിലോട്ട് വന്ന് നമ്മൾ കുറച്ച് കറികളൊക്കെ ആക്കുന്നുണ്ട്. ഓൾറെഡി പച്ചക്കറിയെല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കുക്കിംഗ് ഈസ് വെരി സിമ്പിൾ. അപ്പം നമ്മൾ പച്ചടി ആക്കുകയാണ്. മമ്മി പരിപ്പിനുള്ള വേവിച്ച് വെച്ചു. ഇതൊക്കെ ലാസ്റ്റ് റൗണ്ട് ഓഫ് സെക്ഷനാണ്. ഞാൻ പൂക്കളിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം ഓൾമോസ്റ്റ് ആയി. നമ്മൾ നേരത്തെ എഴുന്നേറ്റപ്പോൾ തന്നെ പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത്. സോ അങ്ങനെ നമുക്ക് എളുപ്പത്തിലെല്ലാം ചെയ്യാൻ പറ്റും. പച്ചടി എൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണല്ലോ. ഇന്നലെ ഉത്തരാടത്തിന് വീട്ടിലുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇനി തൈരും കൂടെ ഒഴിച്ചാൽ മതി. ഹാപ്പി വേണം അപ്പോ. ബൈ. എവിടെ പോവാ? ചോറില്ലായോ? ഇല്ലയോ? ഓക്കെ. അപ്പൊ നമ്മുടെ തിരുവോണം സ്പെഷ്യൽ സേമിയ ആക്കുകയാണ്. അപ്പൊ അതിനുള്ള നട്ട്സ് ഒക്കെ വറുത്ത് ഇവിടെ ചൗരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ ഓൾറെഡി ചൂടാക്കി. അപ്പൊ നമുക്കിനി പായസം വെക്കാം. ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. കിച്ചണിൽ അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് കുക്കിങ്ങും കഴിഞ്ഞ് നമുക്കിനി കഴിച്ചാൽ മതിയായിരിക്കും. ലാസ്റ്റ് പായസം ഒന്ന് ആവാനുള്ളൊരു ഡിലേയും കൂടെ ഉള്ളൂ. ഡിലേ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അറൗണ്ട് 1 മണിയോളം ഒക്കെ ആയിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞല്ലേ മീൻ ഓടുവാണ്. ഇവിടെ നോക്ക്, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ചിരിച്ചോണ്ട് പറ. ഹാപ്പി ഓണം. ചിരിച്ചോണ്ട് ഹാപ്പി ഓണം. പല്ല് കാണിക്കാനല്ല, ചിരി ഉള്ളീന്ന് വരണം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? മമ്മിക്കൊരു ഓണം സുഖമില്ല, മമ്മിക്കൊരു ഫീലില്ലെന്നൊക്കെയാണ് മമ്മി പറയുന്നത്. രാവിലെ മഴ പെയ്തപ്പോൾ തന്നെ ഒരു സാഡ് വൈബൊക്കെ വന്നു. എനിവേയ്സ്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക, അങ്ങനെയല്ലേ പറയുന്നത്. എനിവേയ്സ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഈ ഓണം അങ്ങനെ അവസാനിപ്പിക്കുക, അത്ര തന്നെ. അങ്ങനെ ഫൈനൽ നമ്മുടെ സേമിയ പായസം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വെച്ച് ഞാൻ സേമിയയിൽ കുറച്ച് എക്സ്പേർട്ടായിട്ട് വരുന്നുണ്ട്. കൊള്ളാം ടേസ്റ്റ് എന്ന് തോന്നുന്നു. നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സദ്യ കഴിക്കുമ്പോൾ കാണാം. ഓൾറെഡി കറികളെല്ലാം തന്നെ ഇവിടെ മമ്മി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ കഴിക്കാൻ നേരം കാണിക്കാം. എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയിൽ വിളമ്പുന്നതാണ് മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് ഓഫ് ദ ഓണസദ്യ എന്ന് പറയാം. വിളമ്പുമ്പോൾ ഇങ്ങനെ കറികൾ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് ഭയങ്കര രസമല്ലേ. സോ അന്നേരം കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ് കിച്ചണിലെ കാര്യങ്ങൾ. മമ്മി എല്ലാം ഒന്ന് കിച്ചണിൽ റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പായസം കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓണസദ്യയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കണ്ടോ, ഗുളുഗുളൂന്ന് തിളയ്ക്കുന്നു.
ടേസ്റ്റ് ചെയ്തിട്ട് പറ മമ്മി എങ്ങനെയുണ്ടെന്ന്. മമ്മിയാണ് ഇന്നത്തെ പായസം ടേസ്റ്റർ. നൈസാണോ? മധുരം കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പായസം റെഡി. നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി റെഡി ആയതാ. 2 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. വളയൊക്കെ ഇട്ടു റെഡിയായി. അപ്പം 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓണം വ്ളോഗ് ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. വൈകിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ പോയി വെട്ടമൊക്കെ ഡിമ്മായി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഉറക്കം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ആയിപ്പോയി. പായസമൊക്കെ കുടിച്ച് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ് കൂടെ എൻഡ് ആവുകയാണ്. ഞാൻ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ പുരാണം തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.